കേരളത്തിലെ കൊല്ലം ജില്ലയിൽ പത്തനാപുരത്തിനടുത്ത് പട്ടാഴിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണ് പട്ടാഴി ദേവി ക്ഷേത്രം. കൊട്ടാരക്കരയിൽ നിന്നും 10 കിലോമീറ്ററും പത്തനാപുരത്തു നിന്നും 9 കിലോമീറ്ററുമാണ് ക്ഷേത്രത്തിലേക്കുള്ള ദൂരം. MC റോഡിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് എത്താൻ 2 വഴികളാണുള്ളത്. അതിലാദ്യത്തേത് MC റോഡിൽ നിന്നും ആറാട്ടുപുഴ പട്ടാഴി റോഡ് വഴിയും രണ്ടാമത്തേത് മൈലം പട്ടാഴി റോഡ് വഴിയും ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാം. ഹൈന്ദവ വിശ്വാസപ്രകാരം ആദിപരാശക്തിയായ ദേവിയെ സ്വയംഭൂവായ ശ്രീഭദ്രകാളിയായി ഇവിടെ ആരാധിക്കുന്നു. പ്രധാനമായും 2 ക്ഷേത്രങ്ങളിലായാണ് ദേവിയെ ഇവിടെ ആരാധിക്കുന്നത്. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി തുടങ്ങി 3 പ്രധാന സങ്കല്പങ്ങളിൽ ദേവിയെ ഇവിടെ ആരാധിക്കുന്നു. പട്ടാഴി പൊന്നമ്മ എന്ന നാമത്തിലാണ് ദേവി ഇവിടെ അറിയപ്പെടുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ ക്ഷേത്രം. പ്രധാന റോഡിന്റെ സമീപത്തായി പട്ടാഴി ദേവി ക്ഷേത്രത്തിന്റെ അലങ്കാര ഗോപുരം കാണാം. അലങ്കാര ഗോപുരത്തിന്റെ മുകളിലായി ഭദ്രകാളി, സരസ്വതി, മഹാലക്ഷ്മി തുടങ്ങിയ ദേവിയുടെ ബിംബങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്നത് കാണാം. ഗോപുരവാതിൽ കടന്ന് മുന്നിലേക്ക് ചെല്ലുമ്പോൾ വിശാലമായ ക്ഷേത്രമുറ്റം. ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ക്ഷേത്രമുറ്റത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഉപദേവതാ പ്രതിഷ്ഠയും കാണാം. പട്ടാഴി ദേവി ക്ഷേത്രത്തിന് നേരെ അഭിമുഖമായി നിർമ്മിച്ച അഴികൾ കൊണ്ടുള്ള ക്ഷേത്രത്തിൽ ഭൂതത്താന്മാരെ കുടിയിരുത്തിയിരിക്കുന്നു. തൊട്ടുമുന്നിലെ ആൽമര ചുവട്ടിൽ കരിനാഗ പ്രതിഷ്ഠ. ക്ഷേത്രത്തിന് മുന്നിലേക്ക് ചെല്ലുമ്പോൾ മുന്നിലായി മലനട സ്ഥാനം കാണാം. പ്രധാന ക്ഷേത്രത്തിന്റെ തെക്ക് കിഴക്ക് ഭാഗത്തായി സുബ്രഹ്മണ്യനെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. പട്ടാഴി ദേവി ക്ഷേത്രത്തിലെ മൂലപ്രതിഷ്ഠയെ സംബന്ധിച്ച് നിരവധി ഐതിഹ്യങ്ങൾ നിലവിലുണ്ട്. നിരവധി നാട്ടുപ്രമാണിമാർ വസിച്ചിരുന്ന ഈ പ്രദേശം വാഴക്കുന്ന് എന്ന നാമത്തിലാണ് അറിയപ്പെട്ടിരുന്നത്. ഈ വാഴക്കുന്ന് പ്രദേശത്ത് താമസിച്ചിരുന്ന ഒരു കാരണവർ തന്റെ വാഴത്തോപ്പിലൂടെ സഞ്ചരിക്കുമ്പോൾ അല്പം അകലെയായി തേജോരൂപിണിയായ ഒരു സ്ത്രീരൂപം കണ്ടു. കാരണവർ അടുത്തെത്തിയപ്പോൾ ആ സ്ത്രീരൂപം അപ്രത്യക്ഷമായി. സ്ത്രീരൂപത്തെ കണ്ട ഭാഗത്ത് ആഴത്തിലുള്ള ഒരു കിണറും കിണറിന്റെ മുകളിലെ തറയിൽ തളക്കല്ലും അതിന്മേൽ ചുവന്ന പട്ടും കാണപ്പെട്ടു. കിണറ്റിലേക്ക് നോക്കിയ കാരണവർ കണ്ടത് കിണറ്റിനുള്ളിൽ നീലച്ചവി കറന്ന ജലം ഇളകുന്നതാണ്. കരയിൽ പട്ടും കിണറ്റിൽ ആഴിയും കണ്ട കാരണവർ ഉടൻ തന്നെ ഈ വിവരം അടുത്തുള്ള മഠത്തിൽ തിരുമേനിയെ അറിയിച്ചു. സ്ഥലത്തെത്തിയ തിരുമേനി ഭഗവതിയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു. അങ്ങനെ പട്ടും ആഴിയും കണ്ട സ്ഥലത്ത് ദേവിയുടെ ഇരിപ്പിടമായി പീഠം സ്ഥാപിച്ചു. പട്ടും ആഴിയും കണ്ട സ്ഥലമായതിനാൽ വാഴക്കുന്ന് പ്രദേശത്തിന് പട്ടാഴി എന്ന നാമം ലഭിച്ചു എന്ന് ഐതിഹ്യം. അതല്ല, സമീപത്തുള്ള സ്ഥലമായ കണ്ണമ്പിക്കാവിലാണ് ദേവി ആദ്യം പ്രത്യക്ഷമായതെന്നും പറയപ്പെടുന്നു. പ്രധാന ശ്രീകോവിലേക്ക് കടക്കുന്നതിന് മുന്നിലെ ഇരുവശങ്ങളിലുമായി വലിയ കൽവിളക്കും തൊട്ടുമുന്നിലായി പൂപ്പടക്കൊട്ടിലും കാണാം. പൂപ്പടക്കൊട്ടിലിനുള്ളിൽ ഉത്സവനാളിൽ ദേവിയുടെ പേച്ചി തിരുമുടി എഴുന്നള്ളത്ത് നടക്കുന്ന ദിവസം ദാരികവധം ഉൾപ്പെടെയുള്ള വിശേഷ ചടങ്ങുകൾ നടത്തുന്നത് ഇവിടെയാണ്. ക്ഷേത്രത്തിന് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഇരുവശത്തും മണ്ഡപങ്ങളോടുകൂടിയ നാലമ്പലത്തിനുള്ളിലാണ് പ്രധാന ശ്രീകോവിൽ പണിതിരിക്കുന്നത്. ചെമ്പുമേഞ്ഞ ശ്രീകോവിലിനുള്ളിലെ ആഴിയുടെ മുകളിലായി നിലനിൽക്കുന്ന കിണറിനെ ചിലകൊണ്ട് മൂടി അതിനു മുകളിലായി വരിക്കപ്ലാവിന്റെ തടിയിൽ തീർത്ത പീഠത്തിൽ ദേവിയുടെ കണ്ണാടി ബിംബം. തൊട്ടടുത്തായി ദേവിയുടെ തിരുമുടിയും. 2 തിരുമുടിയിൽ ഒന്ന് എഴുന്നള്ളത്തിനായി ഉപയോഗിക്കുന്നു. പ്രധാന ദേവീ ക്ഷേത്രത്തിന്റെ തെക്കുഭാഗത്തായി യക്ഷിയമ്മ ക്ഷേത്രം. സന്താന സൗഭാഗ്യം നൽകുന്ന ദേവിയാണ് യക്ഷിയമ്മ. അതിനാൽ നേർച്ചയായി ഭക്തജനങ്ങൾ ഇവിടെ തൊട്ടിൽ വഴിപാടായി കെട്ടുന്നു. യക്ഷിയമ്മ ക്ഷേത്രത്തിന് സമീപമായി സരസ്വതി മണ്ഡപം. നവരാത്രി ദിവസം കുട്ടികളെ എഴുത്തിനിരുത്തുന്നതും സംഗീത സദസ്സ് നടത്തുന്നതും പുരാണ പാരായണം നടത്തുവാനും സരസ്വതി മണ്ഡപം ഉപയോഗിക്കുന്നു. സരസ്വതി ക്ഷേത്രത്തിന് സമീപത്തായി ഗണപതി ക്ഷേത്രവും നാഗത്തറയും സ്ഥിതി ചെയ്യുന്നു. പടിഞ്ഞാറ് ഭാഗത്തെ ചുറ്റമ്പലത്തിന് പുറത്തായി ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. തൊട്ടടുത്തായി ഇണ്ടളയപ്പൻ ക്ഷേത്രവുമുണ്ട്. ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് പടിഞ്ഞാറ് ഭാഗത്തായി ബ്രഹ്മരക്ഷസിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. മൂലക്ഷേത്രത്തിന്റെ വടക്കുഭാഗത്ത് പടിഞ്ഞാറ് ദർശനമായി ഒരു 4 കെട്ടിനുള്ളിലായി അറപ്പുര ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. അലങ്കാര രൂപത്തിൽ ദേവിയെ ഇവിടെ ദർശിക്കാൻ കഴിയും. ഇവിടുത്തെ ശ്രീകോവിലിനുള്ളിലാണ് പട്ടാഴി ദേവിയുടെ പൊന്നിൻ തിരുമുടി ഉള്ളത്.
ഈ 4 കെട്ട് പട്ടാഴി ദേവിയുടെ പ്രതിപുരുഷന്മാരായ കാപ്പിത്താന്മാരുടെ ദേവാരപുരയായിരുന്നു എന്ന് പറയപ്പെടുന്നു. ദേവിയെ എപ്പോഴും ദർശിക്കാൻ വേണ്ടി കാപ്പിത്താന്മാർ പ്രതിഷ്ഠിച്ചതാണ് ഇവിടുത്തെ ദേവീ വിഗ്രഹം എന്നാണ് പറയപ്പെടുന്നത്. ദേവിയുടെ വഴിപാടുകളായ ചോറൂണ്, തുലാഭാരം തുടങ്ങിയവ ഇവിടെയാണ് നടത്തുന്നത്. ക്ഷേത്ര മതിൽക്കെട്ടിൽ നിന്നും പടവുകൾ ഇറങ്ങി അല്പദൂരം ചെന്നാൽ ക്ഷേത്രക്കുളവും കണ്ണമ്പള്ളിക്കാവും കാണാം. ഏകദേശം 1 ഏക്കർ വ്യാപിച്ചു കിടക്കുന്ന ക്ഷേത്രക്കുളത്തിന്റെ ഒരു ഭാഗത്തായി കണ്ണമ്പള്ളിക്കാവ്. കാവും ക്ഷേത്രക്കുളവും മനോഹരമായി പുതുക്കി പണിതിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ മറ്റൊരു ഐതിഹ്യത്തിൽ ഈ കാവിനെക്കുറിച്ചും പരാമർശിച്ചിട്ടുണ്ട്. മലബാറിൽ നിന്ന് ഒരു യോഗി തന്റെ ഇഷ്ടദേവതയുമായി പട്ടാഴി ദേശത്ത് എത്തിച്ചേരുകയും തുടർന്ന് ക്ഷേത്രകുളത്തിനു സമീപമുള്ള കാവിൽ ഭജനമിരിക്കുകയും ചെയ്തു. കാലങ്ങൾക്ക് ശേഷം അദ്ദേഹം സമാധിയായി. ഈ യോഗിയുടെ ഇഷ്ടദേവതയാണ് പട്ടാഴി ക്ഷേത്രത്തിന്റെ മൂലപ്രതിഷ്ഠയെന്നും പറയപ്പെടുന്നു. ക്ഷേത്രത്തിലെ ഉപപ്രതിഷ്ഠയായ ബ്രഹ്മരക്ഷസ് ഈ യോഗിയാണെന്നും കരുതപ്പെടുന്നു. പട്ടാഴി ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങൾ കുംഭത്തിരുവാതിരയും മീനത്തിരുവാതിരയുമാണ്. കുംഭത്തിരുവാതിര ഉത്സവം കുംഭഭരണി മുതൽ 7 ദിവസം നീണ്ടു നിൽക്കുന്നു. ഭരണി നാളിൽ ഉത്സവം കൊടിയേറി ആയില്യം നാളിൽ കൊടിയിറങ്ങും. ഇതിൽ പ്രധാന ഉത്സവം അമ്മയുടെ ജന്മനാളായ കുംഭമാസത്തിലെ തിരുവാതിര നാളിലാണ്. തിരുവാതിര നാളിൽ കെട്ടുകാഴ്ചയും എഴുന്നള്ളിപ്പും നടക്കും. കെട്ടുകാഴ്ചയിൽ പട്ടാഴിയിലെ 8 കരക്കാരാണ് പങ്കെടുക്കുന്നത്. ഓരോ കരക്കാരും അവരവരുടെ കയ്യിലെ നേർച്ച വഴിപാടായ കെട്ടുകാളയെ എഴുന്നള്ളിക്കും. കുംഭത്തിരുവാതിര കഴിഞ്ഞാൽ പിന്നെ മീന തിരുവാതിര ഉത്സവമാണ് നടക്കുന്നത്. മീന തിരുവാതിരയിലാണ് ആൾപ്പിണ്ടി വിളക്കും വെടിക്കെട്ടും നടത്തുന്നത്. വെടിക്കെട്ട് കാണാൻ ദേശവാസികളെ കൂടാതെ നാടിന്റെ നാനാഭാഗത്തു നിന്നുള്ള ഭക്തജനങ്ങളും എത്തിച്ചേരുന്നു. തുലാമാസത്തിലെ നവരാത്രി, വിദ്യാരംഭം, വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക എന്നിവയും പ്രധാനമാണ്. പൊങ്കാല വഴിപാടാണ് പട്ടാഴി അമ്മയുടെ ഇഷ്ട വഴിപാട്. സർവ്വ ഐശ്വര്യപ്രദായിനിയായ ഭഗവതിക്ക് എല്ലാ മകരമാസത്തിലെയും അവസാന ഞായറാഴ്ച ഭക്തർ നിശ്ചിത ദിവസം വ്രതശുദ്ധിയോടെ പൊങ്കാല അർപ്പിക്കുന്നു. പൊങ്കാല നിവേദ്യം അമ്മയുടെ തിരുമുന്നിൽ സമർപ്പിച്ച് സായുജ്യമടഞ്ഞാണ് ഭക്തർ ഇവിടെ നിന്ന് പോകുന്നത്. ഉപദേവതകളായി ഭൂതത്താൻ, കരിനാഗം, സുബ്രഹ്മണ്യൻ, ഗണപതി, ശിവൻ, ഇണ്ടളയപ്പൻ, ബ്രഹ്മരക്ഷസ്, നാഗങ്ങൾ എന്നിവരെ യഥാവിധി പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ക്ഷേത്രം രാവിലെ 5 മണി മുതൽ 11:30 വരെയും വൈകുന്നേരം 5 മണി മുതൽ 8 മണി വരെയും തുറന്നിരിക്കും. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി.